മണിമുത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണൻ മണിക്കുട്ടിയോടായിട്ട് പറയുന്നുണ്ട്, മുത്തിന് മണിക്കുട്ടിയോട് നല്ല ദേഷ്യമുണ്ട്, മുൻകോപവും കൂടിയിട്ടുണ്ട്. മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് കേട്ട് അഹങ്കാരവും തന്നിഷ്ടവും കൂടിയിട്ടുണ്ട്. മണിക്കുട്ടി അത് മനസ്സിലാക്കി കണ്ടും കേട്ടും നിൽക്കണം. ശകലം താഴ്ന്നു കൊടുത്താൽ തലയിൽ കയറും. അതുകൊണ്ട് മോള് ഒരിക്കലും വിട്ടുകൊടുക്കരുത്. മോള് വേണം മുത്തിനെ നിലക്ക് നിർത്താൻ. പ്രായം കൊണ്ട് മോളാണ് മൂത്തത്. അച്ഛന് മുത്തിനോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. മോളെപ്പോലെ തന്നെ അവളും നല്ല കുട്ടിയാവണം എന്നൊക്കെ കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ട് മുത്തിന് ദേഷ്യം വരികയാണ് കേട്ടോ. ഇതേ സമയം കൃഷ്ണയും മുത്ത് കണ്ണ് കെട്ടി കളിച്ചതുമൊക്കെ മുത്തിന് ഓർമ്മ വരുന്നു. കാവ്യ വന്നപ്പോൾ കൃഷ്ണ ഓവർ ആയി മോളെ കൊഞ്ചിക്കുന്നുണ്ടെന്നും അച്ഛൻ മോളെ വഷളാക്കുമെന്നുള്ള കാര്യമൊക്കെ കാവ്യ പറഞ്ഞത് മുത്ത് ഓർക്കുന്നുണ്ട്. കാവ്യ വന്നപ്പോൾ കൃഷ്ണ ഓവറായി മോളെ കൊഞ്ചിക്കുന്നുണ്ടെന്നും അച്ഛൻ മോളെ വഷളാക്കുമെന്നുള്ള കാര്യമൊക്കെ കാവ്യ പറഞ്ഞതും അതിനുശേഷം എൻ്റെ മോള് അങ്ങനെ വഷളാകുകയില്ലെന്നും പറഞ്ഞ് മുത്തിന് കൃഷ്ണ ഉമ്മ വെക്കുന്നതൊക്കെ മുത്തിന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് മണിക്കുട്ടിയുടെ തലയിൽ തൊട്ടു നോക്കുന്നതും കൃഷ്ണ തല നന്നായി ഉയർത്തിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ചൂട് കൊണ്ട് വിയർത്തതാണെന്ന് കള്ളം പറയുകയാണ് മണിക്കുട്ടി. സ്കൂളിൽ പോകാത്തതിന് മോള് വിഷമിച്ചിരിക്കേണ്ട കേട്ടോ, സ്കൂളിൽ വിട്ട് അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട് എന്നതൊക്കെ പറയുന്നുണ്ട് കൃഷ്ണ. ഈ സമയം മുത്താണെങ്കിൽ ദേഷ്യത്തോടെ മാറി നിൽക്കടി എന്നും പറഞ്ഞ് മണിക്കുട്ടിയെ ദേഷ്യത്തോടെ പിടിച്ചു വലിക്കുന്നു. മുത്ത് വന്നോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഞാൻ വന്നു, നേരത്തെ വന്നു, ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു എന്നും പറഞ്ഞ് വീണ്ടും മുത്ത് മണിക്കുട്ടിയെ കൃഷ്ണയിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് മുത്ത്. എല്ലാത്തിനും കാരണം നീയാണെന്നും പറഞ്ഞ് മണിക്കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട് മുത്ത്. കൃഷ്ണയാണെങ്കിൽ വേണ്ട മുത്തേ മണിക്കുട്ടിയെ ഉപദ്രവിക്കല്ലേ, മണിക്കുട്ടിയുടെ അച്ഛൻ എന്നെ മുത്തേ എന്ന് വിളിക്കണ്ട, ഇവളെ മാത്രം വിളിച്ചാൽ മതി എന്നും മുത്ത് പറയുന്നതും കേട്ട് അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്നും പറയുന്നുണ്ട് കൃഷ്ണ. ദേ നിൽക്കുന്നു മോള് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് മുത്ത്. ഇതേ സമയം ജയമോഹിനിയാണെങ്കിൽ എന്തിനീ കള്ളസ്നേഹം കാണിക്കുന്നത്, മുത്തിന് എല്ലാം മനസ്സിലായി എന്നും പറയുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് എന്താണെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ കാവ്യയുടെ ജീവിതം ഏതായാലും ഒരു വഴിക്കാക്കി. ഇനി എൻ്റെ മുത്തിൻ്റെ സമാധാനം കൂടി കളയാതെ ഒന്ന് പോയി തരുമോ, അത്ര ഉപകാരമെങ്കിലും ചെയ്യുമെന്ന് ജയമോഹിനി പറയുമ്പോൾ നമുക്ക് പോകാം അച്ഛ എന്നും പറഞ്ഞ് കൃഷ്ണയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോവുകയാണ് മണിക്കുട്ടി. മുത്താണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. ശേഷം മുത്ത് റൂമിലെത്തിയിട്ട് ബെഡിൽ കിടന്ന് കരയുകയാണ്. ഇത് കണ്ട് കട്ടിലിൽ ഇരിക്കുന്ന കാവ്യ കാര്യം തിരക്കുകയാണ്. ഒന്നും മിണ്ടാതെ കരയുകയാണോ അമ്മയുടെ മുത്ത്. ഇതേ സമയം ജയമോഹിനി വന്ന് കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ പൊടിപ്പു തൂങ്ങലും വെച്ച് കാവ്യയെ അറിയിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന കാവ്യയാണെങ്കിൽ കൃഷ്ണ എന്ത് ഭാവിച്ചാണ് ഇത് മുത്ത് കേൾക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ മുത്തില്ലാത്തപ്പോൾ എന്തൊക്കെയാവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. തുടർന്ന് പറയുന്നുണ്ട് കാവ്യ, ഇത്രയും വകതിരിവില്ലാതായോ കൃഷ്ണക്ക്, അപ്പോൾ എല്ലാം കുരുട്ടു ബുദ്ധിയാണെന്ന് ജയമോഹിനി പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവ് ഉണ്ടാക്കാതെ നോക്കേണ്ടത് മുതിർന്നവരാണ്, അങ്ങനെയുള്ള ആൾ തന്നെ ഇങ്ങനെ നോക്കിയാൽ എന്ന് കാവ്യ പറയുമ്പോൾ മാതൃകയോ കൃഷ്ണയോ എന്ന് ചോദിക്കുന്നുണ്ട് ജയമോഹിനി. എങ്ങനെയാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഞാൻ പോകുമെന്ന് മുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് പറയുന്നുണ്ട് ജയമോഹിനി, എൻ്റെ മക്കളല്ല ഇവിടെ നിന്നും പോകേണ്ടത്, അവരാണെന്നും ആ നാശങ്ങളാണെന്നും അവരാണ് പോകേണ്ടത്. മണിക്കുട്ടിയാണ് എല്ലാത്തിനും കാരണം. എൻ്റെ അച്ഛനെ സ്വന്തമാക്കിയിട്ട് അവളങ്ങനെ മിടുക്കിയാവണ്ട. എൻ്റെ അച്ഛനെ എനിക്ക് വേണം, മണിക്കുട്ടിക്ക് വിട്ടുകൊടുക്കില്ല. എനിക്ക് അച്ഛനെയും അമ്മയെയും വേണം, അവൾക്ക് ആരും വേണ്ട, അവളെ ഞാൻ ഇവിടെ നിന്നും പറപ്പിക്കും എന്നൊക്കെ പ്രതിജ്ഞ എടുക്കുകയാണ് മുത്ത്. ഇത് കേട്ട ജയമോഹിനിക്കാണെങ്കിൽ സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം കൃഷ്ണയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി അവിടെ മുത്ത് ഉണ്ട് എന്നുള്ള കാര്യം പറയാതിരുന്നതിന്, ഇത്രയും വലിയ കുഴപ്പമാവും എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എന്നൊക്കെ മണിക്കുട്ടി പറയുമ്പോൾ അത് സാരമില്ല എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. ഈ വീട്ടിൽ താമസിക്കുന്നത് ശരിയാവില്ല, ഇവിടെ നിന്നും പോകാം എന്ന് കൃഷ്ണ തീരുമാനമെടുക്കുമ്പോൾ മണിമുത്തിൻ്റെ ഭാവിയെ പറ്റിയും മുത്തിന് എന്നോട് കൂടുതൽ വെറുപ്പ് തോന്നാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനമെടുക്കുന്നത്, ഇവിടെ നിന്ന് പോകാൻ എന്ന് കൃഷ്ണ അറിയിക്കുമ്പോൾ മണിക്കുട്ടി വിഷമത്തോടു കൂടി രാധിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. ഇക്കാര്യം കൃഷ്ണയെയും അറിയിക്കുന്നുണ്ട് മണിക്കുട്ടി. അമ്മയുടെ വാക്ക്
വാക്കുകൾ ധിക്കരിച്ചാൽ അതിനർത്ഥം അമ്മയെ മറന്നുവെന്നല്ലേ? അച്ഛനും അമ്മയെ മറക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീരും. നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും തിരിച്ചു വരും. നമ്മൾ ഇവിടെ നിന്നും പോയാലോ? വെറുക്കും എന്ന് ഭയപ്പെടുന്ന അച്ഛനെ അവൾ മറക്കില്ലേ? കാവ്യാൻ്റിക്ക് മോളുടെ അച്ഛനെ നഷ്ടപ്പെടില്ലേ എന്നൊക്കെ മണിക്കുട്ടി കൃഷ്ണയോട് ചോദിച്ചു പോവുകയാണ്. മുത്തും അച്ഛനും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും അച്ഛനും കാവ്യാൻ്റിയെയും ഒന്നിപ്പിക്കുമെന്നും മുത്ത് അച്ഛനെ പഴയപോലെ സ്നേഹിക്കുമെന്നും എനിക്ക് അതിനുള്ള ഒരവസരം അച്ഛൻ തരണമെന്നും അതിന് ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുകയില്ല എന്നും എന്തു വന്നാലും ഞാൻ സഹിക്കുമെന്നുള്ള കാര്യമൊക്കെ മണിക്കുട്ടി കൃഷ്ണയോട് പറയുന്നു. അതിന് കൃഷ്ണ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നീട് തുണി അലക്കിക്കൊണ്ടിരിക്കുന്ന മണിക്കുട്ടിയുടെ അടുത്തേക്ക് നീരജ കൃഷ്ണക്കും മണിക്കുട്ടിക്കും ഉണ്ടാക്കിയ ഭക്ഷണം ജയമോഹിനിയും ഭരത്തും കാണാതെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലണം. അതുകൊണ്ട് മണിക്കുട്ടി വീട്ടുജോലി എടുക്കുന്നതിൽ വിഷമം അറിയിക്കുന്നതോടൊപ്പം കൃഷ്ണക്കും മണിക്കുട്ടിക്കും എവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിക്കൂടെ എന്നും മണിക്കുട്ടി പഠിച്ചു വലിയ നിലത്തണമെന്നും നീരജ ഉപദേശിക്കുമ്പോൾ മണിക്കുട്ടി നീരജയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛനും കാവ്യ ആൻറ്റിയും ഒരുമിക്കണം. അവരെ വേർപിരിക്കാനല്ല കൂട്ടിച്ചേർക്കാനാണ് അമ്മ ആഗ്രഹിച്ചത്. ആ ആഗ്രഹം നടന്നെങ്കിൽ മാത്രമേ അമ്മയുടെ ആത്മാവിനു ശാന്തി ലഭിക്കൂ. അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് മണിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ പഠിത്തം നീരജ് ചോദിക്കുമ്പോൾ ഈ വർഷം ഒന്നും നടക്കില്ല, അടുത്ത വർഷം ഞാൻ എന്തായാലും സ്കൂളിൽ പോകും. അപ്പോൾ മോളുടെ പഠിത്തം എന്ന് നീരജ് ചോദിക്കുമ്പോൾ ഈ വർഷം ഒന്നും നടക്കില്ല, അടുത്ത വർഷം ഞാൻ എന്തായാലും സ്കൂളിൽ പോകും. അപ്പോൾ മുത്തിൻ്റെ ക്ലാസ്സിലായിരിക്കില്ലല്ലോ എന്ന് നീരജ് പറയുമ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പക്വത കൂടിയുള്ള സംസാരം കേട്ട് നീരജ മണിക്കുട്ടിയെ സ്നേഹത്തോടെ തലോടുമ്പോൾ പണ്ട് കാവ്യ ആൻറ്റിയും സ്നേഹത്തോടെ തന്നെ തലോടിയ കാര്യം മണിക്കുട്ടി ഓർക്കുന്നുണ്ട്. പിന്നീട് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് മണിക്കുട്ടിക്ക് കൊടുത്ത് ഇതാരും കാണാതെ റൂമിൽ കൊണ്ടുപോയി രണ്ടുപേരും കഴിക്കണമെന്ന് പറയുന്നുണ്ട് മണിക്കുട്ടിയോടായിട്ട് നീരജ. കുളിച്ച് വന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആൻറ്റിക്കും ഞാൻ തരാമെന്ന് മണിക്കുട്ടി പറയുന്നുണ്ട് നീരജയോട്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കാണ് കേട്ടോ മുത്ത് ചെയ്യുന്നത്.